കർഷക ദിനം ആചരിച്ചു. ആയിക്കുന്നം വെളിയം ദാമോദരൻ സ്മാരക ഗ്രന്ഥശാലയിലാണ് കർഷക ദിനാചരണം നടത്തിയത്. ശാസ്താംകോട്ട ആയിക്കുന്നം വെളിയം ദാമോദരൻ സ്മാരക ഗ്രന്ഥശാലയിലാണ് കർഷക ദിനാചരണം നടത്തിയത്. കുമ്പിപ്പിള്ളിൽ ചന്ദ്രശേഖരൻ പിള്ള മെമ്മോറിയൽ NSS കരയോഗം ഹാളിലായിരുന്നു ദിനാചരണം. കർഷകർക്ക് ആദരവ് നൽകി. ശൂർനാട് തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആശാ രമേശ് ഉദ്ഘാടനം ചെയ്തു. ഗുണഭോക്താക്കളെ കൃത്യമായി തിരഞ്ഞെടുക്കാനും ഒക്കെ ഈ ഗ്രന്ഥശാല രക്തസംഘം അറിയിക്കാനുള്ള ഒരു മുൻകരുതൽ ഈ വർഷം തൊട്ടേ നമ്മൾ എടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കർഷകർ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് ഈ പന്നിശല്യം. അതുപോലെ തന്നെ ഇപ്പം ആഫ്രിക്കൻ ഒറ്റനരിൽ കുറച്ച് ഒച്ചിന്റെ ശല്യമുണ്ട്. അതുപോലെ തന്നെ മയിലുകളുടെ ശല്യം വരുന്നു. കിഴക്കുന്ന പുരവഴി ഇങ്ങോട്ട് മയിലുകൾ വന്നുകൊണ്ടിരിക്കുന്നു. സാറ് പറഞ്ഞതുപോലെ കുരങ്ങിന്റെ ശല്യം, തേങ്ങ നമുക്ക് കരിക്കാവുമ്പോൾ തന്നെ ഇതൊന്ന് കുത്തിയിട്ട് താഴെ കളയുന്ന ഒരവസ്ഥ, പിന്നെ പൊതുവായിട്ടുള്ള പട്ടിശല്യം, അതുപോലെ തന്നെ നമ്മളുടെ കുറേ ഭാഗങ്ങളിലെങ്കിലും നമ്മളുടെ കാട് പിടിച്ചു കിടക്കുന്ന ഒരവസ്ഥ, അതൊക്കെ നമുക്ക് ഈ വരും വർഷത്തിനകത്തൊക്കെ മാറ്റിയെടുത്ത് നമ്മളുടെ പെട്ടെന്ന് തന്നെ അതിനൊക്കെ ഈ പന്നിശല്യത്തേക്ക് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും നമുക്ക് ഒറ്റക്കെട്ടായിട്ട് ശ്രമിക്കണം. ഗ്രന്ഥശാല പ്രസിഡന്റ് C രാധാകൃഷ്ണക്കുറുപ്പ് അധ്യക്ഷത വഹിച്ചു. അരി വേണം, ഗോതമ്പ് വേണം, റാഗി വേണം, ചേനയും ചേമ്പും പച്ചക്കറിയും ഒക്കെ നിത്യജീവിതത്തിൽ നമുക്ക് ആഹരിക്കാൻ വേണം. ഇത് എന്നും തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും വരുത്തില്ല. ഞാൻ പ്രസംഗിക്കുകയല്ല, ഒരു യാത്ര ചെയ്ത തീവണ്ടി കേരളത്തിന്റെ ബൗണ്ടറി വിട്ടപ്പോ ഒരാട്ടിൻകുട്ടിയെ കൊണ്ട് ഒരു കർഷകൻ കയറിയപ്പോ കേരളക്കാരായ ന്യൂജൻ അവരെ കളിയായി. മതില്ലേ ഒരാട്ടിൻകുട്ടിയെ കൊണ്ട് തീവണ്ടി കയറി. തമിഴ്നാട്ടുകാരായ സഹയാത്രികർ ആ ആളിനെ ബഹുമാനിച്ച് സീറ്റ് ഒഴിഞ്ഞു. ഞാനൊരു ഉദാഹരണം പറഞ്ഞു. കുമ്പിപ്പിള്ളിൽ ഗോപകുമാർ സ്വാഗതം പറഞ്ഞു. R വിജയൻപിള്ള, കുമ്പിപ്പിള്ളിൽ സന്തോഷ്, ബാബു മംഗലത്ത്, ഷമീന നിസാം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.